ഈ മാത്യു സാമുവൽ എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകന് പണിപാളിയത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി ഓവർ കോൺഫിഡൻ്റ് ആയിരുന്നു. അതായത് പുള്ളിക്ക് എല്ലാം അറിയാവുന്നൊരു തോന്നലുണ്ടായിരുന്നു. പുള്ളി വലിയ സംഭവമാണ്, പുള്ളി പറയുന്നതെല്ലാം സത്യമാണ്, പുള്ളി പറയുന്നത് മാത്രം സത്യമുള്ളെന്നുള്ള തോന്നലാണ് പുള്ളിക്കുണ്ടായിരുന്നു. ഹി വാസ് ടു ഓവർ കോൺഫിഡൻറ്റ്. പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള ഒരുപാട് കാരണവന്മാർ കാണുന്നത് അങ്ങേരുടെയൊക്കെ വീഡിയോ ആണ്. മീൻസ് എൻ്റെ വീട്ടിലൊക്കെ എപ്പോഴും വയ്ക്കുന്നത് പുള്ളിക്കാരൻ്റെ വീഡിയോ ആണ്. പിന്നെ പുള്ളിക്കാരൻ്റെ ചാനൽ ഇപ്പം ഇന്ത്യയിൽ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യക്ക് പുറത്തുനിന്നങ്ങാണ്ട് കാണാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഇന്ത്യയിൽ ഈ ഒരു വാർ തീരുന്ന വരെ അങ്ങാണ്ട് പുള്ളിയുടെ ചാനൽ ബ്ലോക്ക്ഡ് ആണ്. അപ്പോൾ പുള്ളിയുടെ വീഡിയോകൾ എൻ്റെ അയൽവക്കത്ത് തന്നെ കുറേ പേര് കാണുന്നുണ്ട്, മീൻസ് പ്രായം കൂടിയ ആൾക്കാർ. സോ പുള്ളിയുടെ ഒരു അവതരണ രീതി എന്ന് പറയുന്നത് അങ്ങനെയാണ്. പുള്ളി എല്ലാവരെയും കൺവിൻസ് ചെയ്യിക്കും. ഹീസ് എ കൺവിൻസിങ് സ്റ്റാർ ഓഫ് കേരള ജേർണലിസം, വേണമെങ്കിൽ അങ്ങനെ പറയാം. സോ അദ്ദേഹം എല്ലാവരെയും കൺവിൻസ് ചെയ്തിട്ട് പിടിച്ചിരുത്തും. പുള്ളി പറയുന്നതൊക്കെ പൊട്ടത്തരങ്ങളാണെങ്കിലും അതെല്ലാവരും കേട്ടിരിക്കും. പിന്നെ പുള്ളിക്ക് പിഴച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു രാജ്യം വാറിലായിരിക്കുന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാരുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനാണ് എല്ലാവരും നോക്കേണ്ടത്. അല്ലാതെ കുറേ ഫേക്ക് വാർത്ത അടിച്ച് വ്യൂസ് ഉണ്ടാക്കാൻ നോക്കിയാൽ ഇങ്ങനെ ഇരിക്കും. പുള്ളിക്ക് കിട്ടേണ്ടത് പുള്ളി അർഹിച്ച കാര്യം തന്നെ പുള്ളി കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് പുള്ളിയുടെ ചാനൽ ബ്ലോക്ക് ആയാലും നമുക്ക് ഒരു വിഷമവുമില്ല. മീൻസ് എൻ്റെ ഫാദർ പുള്ളിയുടെ വലിയ ഫാനാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ ഫാദറും പറഞ്ഞു ഒരു വിഷമവുമില്ല, കാരണം പുള്ളിക്കത് കിട്ടേണ്ടത് തന്നെയായിരുന്നു. ഇതാണ് ഓവർ കോൺഫിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്കെല്ലാം അറിയാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ നിന്ന് പോകും. അതും ഒരു രാജ്യം വാറിലായിരിക്കുന്ന സമയത്ത് ഒരു ഫാക്ട് ചെക്കിങ്ങും ഇല്ലാതെ, ഒരു ട്രൂത്ത് ഇല്ലാത്ത വാർത്തയൊക്കെ എടുത്ത് തള്ളി വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ പുള്ളിയൊക്കെ പിടിച്ച് എന്നാ ചെയ്യേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. കാരണം അത്രയ്ക്ക് ബോധമില്ല മനുഷ്യന്. ഹീ തിങ്സ് ഹീ സംതിങ്. പക്ഷെ അങ്ങനെയൊന്നും ഒന്നുമല്ല സാർ, നിങ്ങളൊന്നും ഒന്നുമല്ല. കാരണം ഈ എന്തേലും ആണെന്ന് പറഞ്ഞ് കരുതിയിട്ടാണ് നിങ്ങൾ ഈ പറയുന്നത് ഫേക്ക് വാർത്ത അടിച്ചു വിട്ടത്. ഫേക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫാക്ട് ചെക്കിങ് ചെയ്യാത്ത എന്തൊക്കെയോ വാർത്ത അടിച്ചു വിട്ടത്. കുറച്ച് മുടിയും വെളുപ്പിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്ന് ഈ പ്രായമുള്ള ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമല്ല. നമ്മുടെ സമൂഹത്ത് ആ ഒരു ചിന്താഗതിയുണ്ട്. അതായത് പ്രായമുള്ള ആൾക്കാർ പറയുന്ന വാർത്തകളെല്ലാം സത്യമാണ്, അല്ലെങ്കിൽ പ്രായമുള്ള ആൾക്കാരും അല്ലെങ്കിൽ ഇച്ചിരി മുടി വെളുത്ത ആൾക്കാരും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ സത്യമാണ്. പിന്നെ ഇച്ചിരി യങ് ആയിട്ടുള്ള ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞാൽ സത്യമല്ല എന്നൊരു തോന്നലുണ്ട്. ഇപ്പോൾ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ടി വി ആയിരുന്നു വിശ്വാസം. ടി വിയും പത്രവും, ടി വിയിൽ വരുന്ന വാർത്താ ചാനലിലെ വാർത്തയും പത്രമായിരുന്നു വിശ്വാസം. ഇന്നിപ്പം യൂട്യൂബിൽ വന്ന് ഏതൊരു കാരണവും വന്നിരുന്ന കാര്യങ്ങൾ പറഞ്ഞാലും അതൊക്കെ വിശ്വസിക്കും ആൾക്കാർ. കാരണം പുള്ളിക്ക് പ്രായമുണ്ടെന്നേ, പുള്ളിക്ക് പ്രായമുണ്ട്, പുള്ളിക്ക് മുടി വെളുത്തതാണ്, സോ പുള്ളിക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മനുഷ്യനാണ് പുള്ളി. പുള്ളി വേറെ ലോകം കണ്ടവനാണ്. ലോകം കണ്ട ആളുകൾ കാര്യം പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കും. ഇച്ചിരി മുടി വെളുത്ത് അല്ലെങ്കിൽ ഇച്ചിരി താടിയൊക്കെ ഒളിപ്പിച്ച് ഇച്ചിരി പ്രായമുള്ള ആൾ പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കും. ഈ ടെക്നിക്കാണ് പുള്ളി ഉപയോഗിച്ചേക്കുന്നത്. നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാർ, അതായത് എക്സ്പെഷ്യലി മുതിർന്നവർ ഇങ്ങനെയാണ്. അവർ മറ്റു മുതിർന്നവർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കും, ഒരു യങ്സ്റ്റർ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. സോ ഇങ്ങനത്തെ ഫേക്ക് മാധ്യമ ആൾക്കാരുടെ വീഡിയോസ് കാണാതിരിക്കുക. എപ്പോഴും പത്രം വായിക്കുക, അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയകളെ മാത്രം ഫോളോ ചെയ്യുക. അല്ലാതെ അവിടെ നിന്ന് മുളച്ചു വന്നവന്മാരുടെ വീഡിയോ കേട്ടിട്ട്, ഇനി അവരുടെ വാർത്ത കേട്ടിട്ട് വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ വിശ്വസിക്കരുത്.